ഇഞ്ചക്കാട് ബാലേന്ദ്രൻ പ്ലീസ് സർ. അതിനു മുമ്പായി അദ്ദേഹത്തിന് ഷാൾ അണിയിക്കാനായി ഉജ്ജ്വൽ ഭൂമികാരനെ ജെ പി ഭൂമികാരൻ്റെ മകനും കൂടിയാണ് ഉജ്ജ്വൽ ഭൂമികാരൻ. ഈ ഫലകം സമ്മാനിക്കുന്നതിനായി ഇഞ്ചക്കാട് സന്ദർശനം. അദ്ദേഹത്തിനുള്ള ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് റോയൽ സിംഗ്. ചെക്ക് നൽകുന്നത് ആധുനികമായിട്ട് ജിപേ വേണം. ആധുനിക സംവിധാനം ഇല്ലാതെ തന്നെ ഭൂമിക്കാരന് വേണ്ടി വാങ്ങി ഭൂമിക്കാരന് കൈമാറും. ഭൂമിക്കാരന് കൈമാറും. വന്ന വഴി തന്നെ തിരിച്ചു പോകും. എനിക്ക് കേരളത്തിന്റെ ഇത് പണം എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം. മിത്രങ്ങൾക്കെല്ലാം നമസ്കാരം. ഭൂമിക്കാരൻ്റെ ഈ വർഷത്തെ മാധ്യമ അവാർഡ് പ്രിയമിത്രം ശ്രീമാറിന് നൽകിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. കേരളാമതിയിൽ ഉൾപ്പെടെ മാധ്യമരംഗത്ത് വളരെ കൃത്യമായ ഇടപെടലാണ് ശ്രീമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹരായ ഒരാളിനെയാണ് ഭൂമിക്കാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഉള്ളതുകൊണ്ട് അവരെ അഭിനന്ദിക്കുന്നു. ശ്രീമാറിൻ്റെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തികളിലും ഒപ്പമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ടീവായിട്ട് ശ്രീമാറുണ്ട്. എൻ്റെ സിനിമയ്ക്ക് സമ്മാനം കിട്ടിയ അവാർഡ് കിട്ടിയ സമയത്തും അതിന് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അവരാണ് നടത്തിയത്. അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് ആദരിക്കാൻ കിട്ടിയൊരു അവസരമാണിത്. ശ്രീ മൈത്രേയൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന് മാറ്റുകൂട്ടുന്നു എന്നാണ് ഏറെ സന്തോഷം. ഇന്ന് രാവിലത്തെ ക്ലാസ് കേട്ടു ഞാൻ. നമുക്കറിയാം, നമ്മൾ എഴുത്തുകാർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു സമയമാണിത്. വാസ്യയോഗ്യമല്ലാതായ ഒരു കാലത്ത് അതിന് വാസ്യയോഗ്യമാക്കുന്നതിന് ഇന്ദ്രിയജ്ഞാനവും സ്നേഹവും കൊണ്ട് നമ്മൾ കാലത്തെ മാറ്റി തീർക്കാൻ ശ്രമിക്കണം. എല്ലാ മനസ്സുകളെയും നവീകരിക്കാനുള്ള തന്ത്രം നമ്മൾ രചയിതാക്കളുടെ കൈവശമുണ്ട്. അത് പാട്ടായിട്ടും കവിതയായാലും ലേഖനമായിട്ടും കഥയായിട്ടും സിനിമയായിട്ടും ഒക്കെ തന്നെ ജനങ്ങളെ നവീകരിക്കുകയും അവരെ ശരി മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് ഭൂമിക്കാരനോട് ആ ഇഷ്ടം അറിയിക്കുന്നു. ഇവിടെ ഇത്രയും ആൾക്കാരെ കൂടി അവരുടെ മനസ്സിൽ നന്മയുടെ സന്ദേശം എത്തിക്കാൻ കൂടി കഴിഞ്ഞൊരു സന്ദർഭമാണിത്. ഞങ്ങൾക്ക് നേരത്തെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വന്നതിന് ശേഷമാണ് ശ്രീ മൈത്രേയൻ്റെ സംഭാഷണം കേട്ടത്. ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സന്ദർഭമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മളെ കഞ്ഞിക്കുഴിയിലെ കഞ്ഞിപ്പാടത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ദർശനത്തിൻ്റെ തലവൻ സാരഥിത വർക്കുകൾക്ക് സന്തോഷത്തെ അയൽക്കൂട്ടങ്ങൾ 10 വീടുകൾ ചേർന്നിട്ട് ആ വീടുകളുടെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും. അവർക്ക് വേണ്ടുന്നതെന്നാണ് തീരുമാനിക്കും. പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു കഞ്ഞിപ്പാടത്തുനിന്ന്, കേസുകളില്ല. ഇന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ചക്ക പ്രയോഗം ഏറ്റവും കൂടുതൽ അന്ന് ചെയ്തത് കഞ്ഞിപ്പാടത്തായിരുന്നു. അതിലേക്ക് ഗുണഭോക്താക്കളാണ് ഞങ്ങൾ. പ്രകൃതിയോട് ചേർന്നുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഇന്നും ഒരു ശീലമാണ് എനിക്ക്. ഞാൻ 71 വയസ്സുള്ള ഒരാളാണ്. 71 വയസ്സായി. ഇന്നും തൃപ്തിയോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എങ്കിൽ പ്രകൃതി ഭക്ഷണത്തോട് ഏറെ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതികമായ നന്മകളോട് ഇഷ്ടമുണ്ട്. സംഗീതമാണ് ഏറ്റവും അടുത്തതായിട്ടുള്ളത്. പ്രപഞ്ചത്തിൽ എവിടെയും നിറഞ്ഞിരിക്കുന്ന സംഗീതം നമ്മളിലൂടെ ഒഴുകുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ജീവൻ്റെ ഒഴുകലിൻ്റെ ഒരു കണ്ണിയാകുന്നു. അങ്ങനെ ജീവൻ്റെ ഒഴുകലിനെ കണ്ണിയാകുക എന്നതാണ് ഓരോ മനുഷ്യനും വേണ്ടുന്നത്. അവർ നല്ല ഭാഷ ഉപയോഗിച്ചും നല്ല സംഗീതം ഉപയോഗിച്ചും
നല്ല സൗഹൃദത്തിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, നല്ല സൗഹൃദങ്ങളിലൂടെ നമുക്ക് ഈ ലോകത്തെ മാറ്റി തീർക്കാൻ കഴിയുന്നത് ഈ വാസയോഗ്യമല്ലാത്ത അവസ്ഥയെ മാറ്റി തീർക്കാൻ കഴിയുമെന്നാണ് ഉറപ്പാണ്. അത് പിന്നെ ശ്രീമാറിനെ പോലെ ഉള്ളവരുടെ ഈ മാധ്യമരംഗത്തെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രചയിത ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകാനും പറ്റിയെന്ന് വരുന്നത് ആ പുസ്തകം ശ്രദ്ധ കിട്ടിയ ഒരു പുസ്തകമാണ്. അതുപോലെ അങ്ങനെ എഴുതുന്ന കഥയിലും കവിതയിലൂടെയും സിനിമ തിരക്കഥ എഴുതിലൂടെയൊക്കെ തന്നെ മുന്നേറുകയാണെന്ന ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമാണ് ശ്രീമാറിൻ്റേത്. ആ സൗഹൃദത്തിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷമാണ്. എന്നെ അതിന് ചുമതലപ്പെടുത്തിയത് നിലയാണ്. ഞാൻ വരാനില്ല, ശ്രീമാറിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വരും. എവിടെയായാലും ലോകത്ത് എവിടെയായാലും പോകും. ഞാൻ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവർക്കുള്ള അംഗീകാരം കിട്ടുന്നിടത്തൊക്കെ എന്നെ വിളിക്കണമെന്നൊന്നുമില്ല, ഞാനങ്ങ് പോകും. അങ്ങനെ വരാനിരുന്നപ്പോഴാണ് എന്തായാലും ഇന്നലെ ഏതായാലും ഇവിടെ വരണമെന്നും ഇത് സമ്മാനം കൊടുക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയിച്ചു. അത് അതിനേക്കാൾ സന്തോഷം. ഞാൻ ശ്രീമാറിനോട് പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ ഇന്ദിരാവെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെ നമുക്ക് നല്ല മനുഷ്യരാകാൻ പറ്റും. എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ഞാൻ എൻ്റെ വർത്തമാനം തുടങ്ങുന്നതിന് മുൻപ് ഒരു സന്തോഷത്തിൽ കൂടി പങ്കെടുക്കുകയാണ്. എനിക്കിന്ന് ഒരു പൊന്നാടയും ക്യാഷ് അവാർഡും ഈ മൊമെൻ്റും ഒക്കെ കിട്ടി. ഇന്ന് നമ്മുടെ ഭൂമിക്കാരൻ്റെയും പ്രിയപത്നി ശ്രീകലയുടെയും 29ാമത് വിവാഹ വാർഷികമാണ്. അപ്പോൾ രണ്ടുപേരെയും കൂടി ഒരു പൊന്നാടയാണ് ആദരിക്കാൻ കൂടി ക്ഷണിക്കുക. ഏറ്റവും സന്തോഷമായ മുഹൂർത്തങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാണ് അതിലേറെ സന്തോഷം. ഞാൻ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എത്തുന്ന ഒരാളാണ്. അടുത്ത കാലത്താണ് ഇങ്ങനെയൊരു ട്രസ്റ്റിനെ പറ്റിയും ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ അറിഞ്ഞത് ശ്രീ റോബൽ സിംഗിൻ്റെ സമുദ്രതീരം എന്ന ഒരു മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് ഭൂമിക്കാരനെ കാണാനിടയായി. ഞങ്ങൾ രണ്ടാമത് തവണ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്നും അത്യാവശ്യം വിവരങ്ങൾ ഒരു 15 മിനിറ്റ് കൊണ്ട് എഴുതിയെടുത്തത് ജൂൺ 19 വായനാ ദിനത്തിൽ ഞാൻ കേരളം മുഴുവൻ അറിയുന്ന തരത്തിലേക്ക് കേരളമുതിൽ തന്നെ എഴുതി. അതിൻ്റെ ഒരു സ്നേഹമാണത്. അല്ലാതെ എൻ്റെ ഈ പത്രപ്രവർത്തന രംഗത്തെ മികവിന് എല്ലാം കൂടെ പരിഗണിച്ചുള്ള ഒരു പുരസ്കാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ജീവിതത്തിൽ 91ാമത്തെ പുരസ്കാരമാണ്. 91 പുരസ്കാരങ്ങളും മാധ്യമ അവാർഡ് എന്ന നിലയിലാണ് എനിക്ക് തന്നത്. ഞാൻ അതിനുവേണ്ടി വലിയ ഒരു മാധ്യമ പ്രവർത്തകനല്ല. താഴെത്തട്ടിൽ നിന്നും പ്രാദേശിക ലേഖകനായി 2000 ആണ്ടിൽ എനിക്കന്ന് ചെറിയ പ്രായമാണ്, എന്നാൽ പോലും ഇപ്പോൾ 45 വയസ്സേ ഉള്ളൂ. അപ്പോൾ മുടിയൊന്നും ഇല്ലെങ്കിലും ചെറുപ്പക്കാരുടെ കൈ മണിക്കപ്പോൾ ഞാൻ കൈപോക്കി. പിന്നെ അടുത്ത വർഷം പോലും പറ്റത്തില്ല. 45 കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പമല്ലെന്നൊരു തോന്നൽ മനസ്സിലുള്ളതുകൊണ്ട് അതെന്തായാലും ചെറിയ പ്രായത്തിൽ ഞാൻ കേരളകൗമുദിയിലെത്തി. ആദ്യത്തെ 6 മാസക്കാലം വർത്തമാനം പത്രത്തിലായിരുന്നു. സുകുമാർ അഴീക്കോടിനുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോടിനുള്ള ഒരു ആരാധനാമൂത്ത് പത്രപ്രവർത്തകനായ ഒരാളാണ് ഞാൻ. ചെറിയ പ്രായത്തിൽ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ അധ്യാപകരോ മറ്റുള്ളവരൊക്കെ ചോദിക്കും, മോനെ നിനക്കാരാകാനാണ് ആഗ്രഹം. പണ്ട് KR നാരായണനോട് ചോദിച്ചപ്പോൾ നാരായണൻ ചെറിയ പ്രായത്തിൽ പറഞ്ഞത്, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി, പട്ടിക്കുട്ടിക്ക് കിട്ടുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് സങ്കടത്തോടെ പറഞ്ഞ ആ KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലൊരു പെൺകുട്ടിയോട് ഒരു തവണ ചോദിച്ചു, മോളെ നിനക്കാരാകാനാണ് ആഗ്രഹം. ആ പെൺകുട്ടി എന്നോട് അന്ന് പറഞ്ഞത് അവൾക്ക് ഡോക്ടറാകണമെന്നാണ്. അത് അങ്ങനെ ഒരു ചോദ്യത്തിനൊരു കാരണമാണ്. അവൾ എല്ലാ വിഷയത്തിനും +2-ന് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങി ജയിച്ചു. അവളുടെ ഫോട്ടോ ഒരു പത്രത്തിലും വന്നില്ല. +2-ന് എല്ലാ വിഷയത്തിനും A+ വാങ്ങിയിട്ടും ഒരു പത്രത്തിലും വരാഞ്ഞപ്പോൾ ഒരു പൂർവ്വ അധ്യാപിക, UP സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപിക പറഞ്ഞു, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ കൊടുക്കണം എന്നും പറഞ്ഞ് എന്നോട് വിളിച്ചു. ഞാൻ പറഞ്ഞത് വന്ന് കാണും, ഗ്രൂപ്പ് ഫോട്ടോയോ ആയിട്ടോ അല്ലാതെങ്കിലോ സ്കൂളുകാർ കൊടുക്കാറുണ്ട്, അത് വന്ന് കാണും എന്ന് പറഞ്ഞപ്പോൾ അവൾ ഫോട്ടോ എടുക്കാറില്ല എന്ന് പറഞ്ഞു. ഒരു വിശേഷം കൂടി എന്നോട് പറഞ്ഞു, അവൾക്ക് A+ കിട്ടിയത് അവളുടെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയ അതിശയമായിപ്പോയി.
സ്വാഭാവികമായി എന്നാൽ പിന്നെ ആ പെൺകുട്ടിയെ കാണാമെന്ന് കരുതി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ആ ടീച്ചറെയും കുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു കൂരയാണ്. അകത്ത് കിടന്നാൽ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. കാരണം ഓടെല്ലാം പൊട്ടി അടർന്നു പോയ ഒരു ചെറിയ വീട്. മഴ പെയ്താൽ പുസ്തകങ്ങൾ ബുക്കുകൾ നനയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറുകളിലാക്കി മാറ്റി വയ്ക്കുന്ന പെൺകുട്ടി. അവൾ അച്ഛൻ മരിച്ചുപോയി. അമ്മ നിത്യരോഗിയാണ്. അമ്മൂമ്മ 75 വയസ്സ് പിന്നിട്ടു. ഒരു അമ്മാവൻ ആ വീട്ടിലുള്ളത് മാനസിക രോഗിയാണ്. ഇത്തരം ഒരു ദുരവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവൾക്കൊരു കൂട്ടുകാരുമില്ല. കൂട്ടുകാരുണ്ടായാൽ രണ്ടാമതൊരാൾ എൻ്റെ സങ്കടങ്ങൾ അറിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഒരു കൂട്ടുകാരുമായി ചങ്ങാത്തം കൂടാൻ പോവാതെ അയൽ വീടുകളുമായി ഒരു ബന്ധത്തിനും പോവാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവൾ ഫോട്ടോ എടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇത് പഠിക്കും. ആരോടും വർത്തമാനം പറയത്തില്ല. വീട്ടിൽ തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ അവളോടും ചോദിച്ചു, മോളെ നിനക്കാരാകാനാണ് ആഗ്രഹം? അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഡോക്ടറാകണം. ഞാൻ പിറ്റേന്ന് വാർത്ത എഴുതി. ആ വാർത്ത പുറം ലോകം മുഴുവൻ അറിഞ്ഞു. പിറ്റേന്ന് അവളെ പഠിപ്പിച്ച മുൻ അധ്യാപകർ 10 ചുരിദാറുകളുമായി ആ വീട്ടിലേക്ക് വന്നു. അവർക്ക് നേരെ ഉടുക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. 10 ചുരിദാറും കൊണ്ട് അധ്യാപകർ വന്നു. ജനപ്രതിനിധികൾ പൂയപ്പള്ളി പഞ്ചായത്തിലെയാണ്. ആ പൂയപ്പള്ളി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഒന്നിച്ച് അവിടെ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ നമ്മുടെ വീട് വെച്ച് തരും, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ തന്നെ വെച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് ഒരു വീട് വെച്ചു കൊടുത്തു. പാലായിലെ ബ്രില്യൻസിൽ നിന്നും എനിക്കൊരു വിളി വന്നു, ആ പെൺകുട്ടിയെ ഞങ്ങൾ സൗജന്യമായി പഠിപ്പിക്കാൻ അവിടെ എത്തിക്കാമോ എന്ന് ചോദിച്ചു. ആ ടീച്ചറെയും കുട്ടി അവിടെ വിട്ട് അവര് നല്ല പരിശീലനം കൊടുത്തിട്ട് അവള് മികച്ച എൻട്രൻസ് റാങ്ക് നേടിയിട്ട് ചെന്നൈ ESI മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നിട്ട് ഒരു 2-3 മാസം മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങളെ എനിക്ക് MBBS ബിരുദം കിട്ടി. ഇതിനപ്പുറം നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് ഇതിനപ്പുറം എന്താണ് സന്തോഷം? ഒരു പെൺകുട്ടിയെ ഞാൻ പറഞ്ഞല്ലോ, പൊട്ടിയ ഓടുകളുള്ള ചെറിയ പുരക്കകത്ത് നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു പെൺകുട്ടിക്ക് ഡോക്ടറാക്കാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ 25 വർഷത്തെ മാധ്യമ പ്രവർത്തന രംഗത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്ര പേരെ കൈപിടിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ മാധ്യമ പ്രവർത്തനത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലതും പറയുമ്പോൾ സങ്കടം വന്നു പോകും. അത്രത്തോളം അവസ്ഥയുള്ളവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളനാണയങ്ങളെ ഒളിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 25 വർഷത്തിനകത്ത് എനിക്കുണ്ടായ തിക്താനുഭവങ്ങളും ഏറെയാണ്. എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി കൊല്ലുന്ന പല വിധത്തിലാണല്ലോ. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. 40 പേര് ചേർന്ന് എന്നെ അടിച്ച് റോഡ് സൈഡിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പതറിപ്പോകുന്ന ഒരാളല്ല. എനിക്ക് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടിക്കാൻ വരുന്നവനെ തടഞ്ഞു നിർത്താൻ ഞാൻ കരാട്ടെ പഠിക്കാൻ പോയി. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഞാൻ ഒരു 2 ഷോർട്ട് ഫിലിം ചെയ്തത് ഒന്ന് മനസ്സിലങ്ങ് തട്ടി ഒരു വിങ്ങലുണ്ടായി. ഈ നല്ലിലയിലെ ഒരു പെൺകുട്ടി, അവള് തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ വെച്ച് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. അതിന്റെ വാർത്ത എടുക്കാൻ വേണ്ടി, അതിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിവരം എടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. ആ വാർത്തയെല്ലാം പലപ്പോഴും ഒതുക്കിക്കളഞ്ഞു. ഞങ്ങളൊക്കെ ചെറിയ വാർത്ത കൊടുക്കേണ്ട ആളായി മാറി. അതിന്റെ പിന്നാമ്പറ കഥകളിലേക്ക് പോകുന്നില്ല. എന്നാലും ആ വീട്ടിൽ ചെന്നപ്പോൾ സങ്കടം തോന്നിയത്, അവളുടെ അച്ഛനും അമ്മയും സംസാരിക്കത്തുമില്ല, കേൾക്കത്തുമില്ല. ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ശബ്ദം അവളുടെ മാത്രമായിരുന്നു. ആ ശബ്ദമാണ് നിലച്ചത്. ഇപ്പോൾ ആ വീട് മൂകമാണ്. ആ മൂകതയിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നിയത് എല്ലാം കൂടെ എഴുതി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതൊരു സിനിമയാക്കി. ആ പെൺകുട്ടിയുടെ അച്ഛനായി അഭിനയിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജീഷ് കൃഷ്ണയാണ്. സിനിമാ നടനാണ്, KPSC നടനാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം നഴ്സുമാരുടെ വിഷയങ്ങളെ ചെറിയ 18 മിനിറ്റ് കൊണ്ട് ചെറിയ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ ആ വിഷയം നഴ്സുമാരുടെ അസോസിയേഷൻ UNI എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ സഖാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ VSനെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഭാഗ്യം. ബഹുമാന്യായ ശ്രീ മൈത്രേയൻ പലപ്പോഴും പലരെയും വിമർശിക്കുന്നുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയൊക്കെ വിമർശിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് നീരസം തോന്നി. ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, നീരസം തോന്നി. പക്ഷേ ആ മനുഷ്യനോടൊപ്പം 2 തവണ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം അങ്ങനെ തുടങ്ങി ഒട്ടനവധിയായ ഭാഗ്യങ്ങൾ നമ്മളെ തേടി. ഭാഗ്യം എന്ന് പറയുന്നതിനൊക്കെ തിരുത്തുമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ ഭാഗ്യങ്ങൾ തന്നെയാണ്. ആ ഭാഗ്യങ്ങൾ എല്ലാം ലഭിച്ചത് ഒരുപക്ഷെ എനിക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങളെപ്പോലെ ഉള്ളവർ തരുന്ന ഈ സ്നേഹവും പ്രോത്സാഹനവും തന്നെയാണ്. അല്ലാതെ ഞാനൊരു മികച്ച മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് കിട്ടിയ അവാർഡ് അല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, നല്ല നല്ല വാർത്ത കൊടുത്തിട്ടുണ്ട്. 1-ാം പേജിൽ ഇന്നലത്തെ പത്രം എടുത്ത് നോക്കിയാലും എൻ്റെ സ്റ്റോറിയാണ് 1-ാം പേജിൽ കേരളകൗമുദിയിൽ. അപ്പോൾ നാളെ മിക്ക ഞാൻ ഇപ്പോൾ അയച്ചിട്ടിരിക്കുക, അവിടെ ഇരിക്കുമ്പോഴും ഞാൻ അയച്ചിട്ടിരിക്കുക. കാരണം എൻ്റെ അച്ഛൻ മരിച്ചു കിടന്ന ദിവസവും വാർത്ത അയച്ച ആളാണ് ഞാൻ. എൻ്റെ കല്യാണ ദിവസവും വാർത്ത അയച്ച ആളാണ്. എനിക്ക് ദിവസം വാർത്ത അയക്കാൻ പറ്റത്തില്ല. പൊതു പണിമുടക്ക് അല്ലെങ്കിൽ ഒരു പത്രത്തിന് അവധിയുള്ള ഒരു ദിവസം മാത്രമേ വാർത്ത അയക്കാതിരുന്നിട്ടുള്ളൂ എന്ന്
ആത്മാർത്ഥമായി പറയാൻ കഴിയും. എത്രത്തോളം പത്രപ്രവർത്തനത്തെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി കിട്ടുന്നതെല്ലാം ഓരോ പൂച്ചെണ്ടുകളാണ്. ക്യാഷ് അവാർഡ് അല്ല എനിക്ക് വേണ്ടത്. ഇത്തരം സ്നേഹവും അംഗീകാരം, ഒരാളെ ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് നിർത്തുന്നെങ്കിൽ എനിക്കൊരു അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിലെത്തി എനിക്ക് അവാർഡ് തരുന്ന ആള് ശ്രീ ഇഞ്ചക്കാട് പറയുന്നതിന് രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ചാ വരുന്നത്. ഞാൻ വരുന്നത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിജുരാജ് ചെറിയ വിഷയമല്ല, ഇന്റർനാഷണൽ ചെസ് ഓർബിറ്റർ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ ആനന്ദിനെ പോലുള്ള വലിയ വലിയ ചെസ് കളിക്കാരെ കളിക്കുമ്പോൾ ഒളിമ്പിക്സ് അടക്കം ചെസ് നിയന്ത്രിക്കുന്ന ആളാണ് ഇവിടെ വന്ന് സദസ്സിലിരിക്കുന്നത്. വിശ്വനാഥനെ പോലുള്ളത്. അജീഷിന്റെ കാര്യം പറഞ്ഞു. അജീഷ് KPSCയുടെ നടൻ, ആറ്റിങ്ങൽ ദേശാഭിമാനി നമുക്ക് എല്ലാം മനസ്സിലുണ്ട്. ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ അജീഷാണ്. സാധാരണക്കാരനായി അവിടെ പോയിരിക്കുക. അങ്ങനെ തുടങ്ങി സജീ കേരളപുരം KSRTC ഇന്ന് ലീവ് എടുത്തിട്ട് പോകുന്നത്. എൻ്റെ പറഞ്ഞതുപോലെ ഇവിടെ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നിരിക്കുക. ഞാൻ വന്നിട്ടില്ല, ഞാൻ വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം അനിയനുണ്ടായിരുന്നു. അങ്ങനെ അനിലാഴ വീട് തുടങ്ങി ഇവരെല്ലാം പ്രിയപ്പെട്ടവരെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ സ്നേഹവുമായി കൂടെ നിൽക്കുന്നത് തന്നെയാണ് റോയൽ സിംഗ്. 30 സൈറ്റുകളിൽ വർക്ക് നടക്കുന്ന ഒരു കോൺട്രാക്ടർ കൂടിയാണ്. എന്നാൽ 42 പേരെ താമസിപ്പിക്കുന്ന ഒരു അഭയകേന്ദ്രം തൊട്ടടുത്ത് കല്ലുവാതിക്കൽ നടത്തുന്നു. സമുദ്രതീരം എന്ന് പറഞ്ഞൊരു മതേതര വയോജന കേന്ദ്രം. ഞാൻ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എത്ര തിരക്കുണ്ടെങ്കിലും ഓടിച്ചെല്ലും. കാരണം 42 പേരാണ് താമസിക്കുന്നതെങ്കിൽ 42 പേരും അർഹതയുള്ളവർ മാത്രമാണ്. സമ്പത്തുള്ള ഒരാളെയും അവിടെ വേണ്ട. 300-ലധികം അപേക്ഷകൾ വന്നു. 300-ലധികം അപേക്ഷകൾ വന്നതിൽ ഇതിനെല്ലാം പരിഗണിച്ചിട്ട് ഇവരുടെ എല്ലാം വീടുകളിൽ പോയി പരിശോധിച്ച് നിയമ പോരാട്ടങ്ങൾ നടത്തി മിക്കുള്ളവരെയും സ്വന്തം വീടുകളിൽ താമസിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി. അവിടെ എല്ലാം ആഴ്ചയിൽ ഒരിക്കലും 2 ആഴ്ച കൂടുമ്പോൾ ആളുകൾ പോയി പരിശോധിക്കുകയാണ്. അവിടെ എന്തെങ്കിലും അവർക്ക് കുറവുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ ആളുണ്ട്. ഇപ്പോൾ ഒരു നാഥനുണ്ട്, ഞങ്ങളെപ്പോലുള്ള സഹായിക്കാനുള്ള ആളുകളും പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം നടന്നു വരുമ്പോൾ അദ്ദേഹവും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നമുക്കൊപ്പം ഇനി എത്തുകയാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്ന അവാർഡുകൾ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. കാവ്യഭംഗിയുടെ കടൽനീലിമയെ അക്ഷരങ്ങളിൽ ആവാഹിച്ച് ഒരു നാടിന്റെ ദുരന്ത ചിത്രം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരൊറ്റ കവിതയിൽ കൂടി അനുവാചക ഹൃദയങ്ങളിലേക്ക് ഒരു കത്തിമുന കൊണ്ടെന്ന പോലെ ആഴത്തിൽ കുത്തിയിറക്കി മുറിവേൽപ്പിച്ച ഇഞ്ചക്കാട് പറയുന്നതിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുവാൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ചെറുതല്ല. ഈ കവിതയെ പറ്റി പറഞ്ഞു, കവിത എഴുതിയിട്ട് നാളെ 33 വർഷം തികയുകയാണ്. അതിന് പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഈ കരുനാഗപ്പള്ളിയിൽ മിനി സിവിൽ സ്റ്റേഷന്റെ മുകളിൽ 3ാം നിലയിൽ ഇരുന്ന് ഇദ്ദേഹവും അന്നത്തെ മറ്റൊരു സാഹിത്യ പ്രവർത്തകനായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്ന കർമ്മചന്ദ്രനും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന പേരെന്തായിരുന്നു ഇടക്കളങ്ങര ഗോപനും എല്ലാവരും 3 പേരും കൂടി ഇരുന്നു ഉച്ചഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റും. അവര് പൊതിച്ചോറ് കഴിച്ചിട്ട് ആ ചമ്മന്തിയും ഇതെല്ലാം കൂടെ പങ്കുവെക്കുന്നതിനിടയിൽ നമുക്കൊരു പരിസ്ഥിതിക്ക് വേണ്ടി ഒരു ജലയാത്ര നടത്തിയാൽ എന്താ, ഒരു വള്ളത്തിൽ പോയാൽ എന്താ എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായതാണ്. അവിടെ നിന്ന് പിന്നീട് അത് വലിയ പരിപാടിയായി മാറി. യുവകലാസാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റികൾ അംഗങ്ങളായിരുന്നു 3 പേരും. അവർ 3 പേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഒരു സംസ്ഥാന പരിപാടിയായി മാറി. അവരെല്ലാം കൂടി 2 വള്ളങ്ങൾ ചേർത്ത് കെട്ടി ചങ്ങാടം ഉണ്ടാക്കി കായംകുളം കായലിൽ കൂടി ചവറ വരെ നീളുന്ന ഒരു കായൽ യാത്ര നടത്തിയപ്പോൾ ആ കായൽ യാത്രയിൽ ഇരുന്നിട്ട് മറ്റൊരു കവി പാടേണ്ടിയിരുന്ന ഒരു കവിത അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പകരം അവിടെ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കവിതയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു കവിത. ആ കവിത എഴുതി അന്ന് നിസ്സാരമായി എഴുതിയെങ്കിൽ അന്ന് അദ്ദേഹം പിന്നീട് ആ എഴുതി വെച്ച പേപ്പർ ആരുടെ എടുത്തോട്ട് പോയി എന്തുവല്ല പേപ്പർ കിട്ടിയില്ല. അതിലെ 4 വരി ഓർത്തിരുന്ന് അന്ന് ഇതുവരെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ മനസ്സിലുള്ള 4 വരി ഓർത്തിട്ട് ബാക്കി കൂടെ എഴുതി ചേർത്ത് 18 വരിയാക്കിയിട്ട് അദ്ദേഹം വീണ്ടും എഴുതി ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഈ സംഗീത സംവിധാനത്തെ കൊടുത്ത ഒരു ക്യാമ്പിൽ വെച്ചാണ് അദ്ദേഹം അത് വീണ്ടും ഇദ്ദേഹം പാടി അതേ ട്യൂണിട്ട് വീണ്ടും പാടിയിട്ട് ഒരു രശ്മി സതീഷ് പാടിയപ്പോഴാണ്, നെൽപ്പ് സമരത്തിൽ പാടിയപ്പോഴാണ് ഈ കവിത ഹിറ്റായി മാറിയത്. ഓരോരുത്തർ വന്ന് ചേർന്നെങ്കിൽ മാത്രമേ അതൊക്കെ ഹിറ്റാവുകയുള്ളൂ. അപ്പോൾ ആ കവിത ഇപ്പോൾ 70 ഭാഷകളിലാണ് മൊഴിമാറ്റം നടത്തി ഇപ്പോഴും ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും റിൻഡൂൺ അത് തന്നെയാണ്. രാവിലെ JCB കൊണ്ട് പോകുന്നവന്റെ റിൻഡൂണും ഈ ഇനി വരുന്നൊരു തലമുറയ്ക്കയുടെ വാസം സാധ്യമോ എന്ന കവിതയാണ് അവന്റെ റിംഗ്ടൂൺ. പക്ഷെ അവൻ മാന്താൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രവൃത്തിയും ഈ പാട്ടും എല്ലാം കൂടെ തമ്മിലുള്ള വർത്തമാനവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. അതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വളരുന്ന മരങ്ങൾക്കും കൊഴിയുന്ന ഇലകൾക്കും താഴെ മണ്ണിലും ചേറിലും പണിയെടുക്കുന്നവന്റെ ചങ്ങാതിയാണ് ഞാനെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതത്തിന്റെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ്. കവിഭാവനയുടെ സുഖവും ദുഃഖവും അടയാളപ്പെടുത്താൻ അല്ല ടാഗോറിനെ കൂട്ടുപിടിക്കുന്നത്. ഈ മണ്ണിലാണ് നമ്മൾ ജനിച്ചു വീണത്. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് സ്വപ്നങ്ങൾ കണ്ടത്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചതും ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഒടുവിൽ ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഭൂമിക്കാരൻ എന്നുള്ള പേര് സ്വീകരിച്ചതിൽ കൂടി തന്നെ നമ്മളെല്ലാം വ്യത്യസ്തനാക്കിക്കൊണ്ട് ഭൂമിക്കാരൻ JP എന്ന ഒരു അത്ഭുത മനുഷ്യൻ ഇവിടെ ഒരു സ്വർഗരാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്ത് 1,80,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. 70,000-ലധികം മുസ്ലിം പള്ളികളുണ്ട്. 35,000-ലധികം
ക്രിസ്ത്യൻ പള്ളികളുണ്ട്. ഈ പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരുപാട് മതങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോൾ, മതങ്ങളല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ ആരാധനാലയം ഉണ്ടാക്കി വെച്ചപ്പോൾ ഈ ഭൂമി ഒരിക്കലും സ്വർഗമാകരുത് എന്ന് അവരെല്ലാം ചിന്തിച്ചു വെച്ചു. ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എത്തിയ ചിലർക്ക് അറിയത്തില്ല ആ വെളിയിലിരിക്കുന്ന കടയെ പറ്റി. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ നിന്നും ഒരു രാജേഷും ഭാര്യയും ഇവിടെ എത്തി. അത് ശ്രീ മൈത്രേയനെ കാണാൻ വന്നവരാണ്. എൻ്റെ നാട്ടുകാരാകുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കത്തില്ല. നമ്മൾ ഒരു മനുഷ്യനെയും സ്വന്തം നാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കത്തില്ലെന്നേ. അപ്പൊ സ്വാഭാവികമായും മൈത്രേയനെ കാണാൻ വന്നപ്പോൾ അവരിവിടെ വന്നിരുന്നിട്ടും ആ കട കണ്ടില്ല. ആ കടയില് 10-50 പുസ്തകം വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാം. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകാം. അവിടെ കപ്പലണ്ടി ഇരിപ്പുണ്ട്, ഈന്തപ്പഴം ഇരിപ്പുണ്ട്, മറ്റു സംവിധാനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ആവശ്യമുള്ള എടുത്തുകൊണ്ട് പോകാം. ആരും ചോദിക്കാനില്ല. അവിടെ ഒരു മുതലാളിയില്ല. അവിടെ മുതലാളിയില്ല എന്ന് പറയുമ്പോഴും അവിടെ ഭരണി വെച്ചിട്ടുണ്ട്. ഭരണിയിൽ നിങ്ങൾക്ക് സംഭാവന ഇടാം. സംഭാവന ഇട്ടിട്ട് നിങ്ങൾക്ക് വണ്ടിക്കൂലി കാശില്ലെങ്കിൽ അടുത്ത ആൾ പോകുമ്പോൾ ആ ഭരണി തുറന്നിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോയാലും അത് ചോദിക്കാനും ഇവിടെ ആരുമില്ല എന്നതാണ് സ്ഥിതി. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളെ എല്ലാ കാലത്തും ഹൃദയത്തെ സൂക്ഷിക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണം. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കൂടി അറിയട്ടെ ഈ സ്ഥാപനത്തെ പറ്റി. നമുക്ക് എല്ലാവർക്കും കൂടി ഇത് നടത്തിക്കൊണ്ട് പോകാം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തന്ന അവാർഡിന്, പുരസ്കാരത്തിന്, സ്നേഹത്തിന് എല്ലാ അർത്ഥത്തിലും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കട്ടെ. അഭിവാദ്യങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞു JP ഭൂമിക്കാരൻ്റെയും ശ്രീകല ഭൂമിക്കാരൻ്റെയും വിവാഹ വാർഷിക ദിനം കൂടിയാണ്. അതിൽ അവരെ ഒരിക്കൽ കൂടി ഒരു ഷാൾ അണിയിക്കാൻ വേണ്ടി നമ്മുടെ അഭിലാഷ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പത്രവാർത്തകളിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലഹരിക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ കേരളത്തിലെ ഉടനീളം കാസർഗോഡ് തിരുവനന്തപുരം വരെയും സൈക്കിൾ യാത്ര നടത്തി വരുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശിയാണ്. അദ്ദേഹത്തെ ഈ ഷാൾ അണിയിക്കാൻ വേണ്ടി ശരി. ആശംസകൾ അർപ്പിക്കാൻ ആർക്കെങ്കിലും? വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിൽ നമുക്ക് ഇന്ന് വളരെ സന്തോഷിക്കാവുന്നത് നമ്മുടെ കൂട്ടത്തിലാണ്. അദ്ദേഹത്തിന് ഭൂമിക്കാരൻ അവാർഡ് ഇവിടെ സമ്മാനിച്ച ഈ ഒരു സമയം തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും കണ്ടു. കൂട്ടത്തിലെയും അവാർഡ് ഇന്നിവിടെ നൽകിയ ഇഞ്ചക്കലും ഒക്കെ ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. തീർച്ചയായും മാധ്യമരംഗത്ത് ഉണ്ടായ അനുഭവങ്ങൾ, വ്യക്തമായ പല അനുഭവങ്ങളും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ എല്ലാം മനസ്സിൽ ഇതുപോലെയുള്ള പല അനുഭവങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിലും അത് കടലാസിലൂടെ എഴുതി അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സംരംഭത്തിന് ഇവിടെ വഴിയൊരുക്കിയ നമ്മുടെ ഭൂമിക്കാരൻ, ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ സ്ഥാപനത്തിൽ ആദ്യമായി വരുന്നത്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു പ്രൊഫസർ പി മീരാക്കുട്ടി സാറിൻ്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു സംരംഭത്തിൽ അദ്ദേഹം എന്നെ ക്ഷണിക്കുകയുണ്ടായി. പല സംരംഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൽ വരുവാൻ അവസരമുണ്ടായി. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഭൂമിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ. അങ്ങനെ ഒരു ബന്ധം കൂടി ഞങ്ങൾ അന്ന് ഇവിടെ വരുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിന് കുറച്ചുകൂടെ ആക്കം കൂടുകയായിരുന്നു. പിന്നീട് നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് റോയൽ സിംഗിനെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. ഞാൻ പല ഇങ്ങനെയുള്ള സംരംഭങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള ആശ്രമത്തിലും ഇതുപോലുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്.
പത്തനാപുരം അടക്കം പലയിടത്തും. പക്ഷെ ഇത്രയും മാതൃകാപരമായിട്ട് നമ്മളെ ഒട്ടുനിവൃത്തിയില്ലാത്തവരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പൂഴ്ത്തി പറയുകയല്ല. ഞാൻ 3-4 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഒരു സമയം കിട്ടിയില്ല. പലപ്പോഴും ക്ഷണിക്കാറുണ്ട്, പല കാര്യങ്ങളും ക്ഷണിക്കാറുണ്ട്. അത് കണ്ട് ഞാൻ തന്നെ വളരെയേറെ മനസ്സിൽ സന്തോഷം കൊണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു നിവൃത്തിയില്ലാത്ത അത്തപ്പാടികളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന കാര്യം ശ്രീകുമാറിലൂടെ പറയുകയുണ്ടായി. അത് സത്യത്തിൽ നമ്മൾ നേരിൽ പോയി കാണേണ്ടതാണ്. അപ്പോൾ മറ്റുള്ളവർ തരുമോ തരത്തില്ലയോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന നൽകുമോ എന്നുള്ളതല്ല. അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചുണ്ടാക്കുന്ന കാശിൽ നിന്ന് അദ്ദേഹം ഈ സമുദ്ര ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയല്ലേ അത്, അതിനുവേണ്ടി അദ്ദേഹം ഈ അകമൊഴിഞ്ഞ് മൊത്തം എനിക്കൊന്ന് 24 മണിക്കൂറും പുള്ളി വളരെ എൻഗേജാണ്. എന്നെ പഠിപ്പിച്ച ചാത്തന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരു പത്മിനി ടീച്ചർ ഇപ്പോഴവിടെ അന്തേവാസിയായിട്ട് കഴിയുകയാണ്. അവിടെ കഴിയണം. ഞാൻ ആ ടീച്ചറെ പോയി നേരിട്ട് കാണുകയുണ്ടായി. വളരെ സുഭിക്ഷമായി വളരെ സാമ്പത്തികമുള്ള വീട്ടിലെ ഒരു ടീച്ചറാണ്. മക്കളുടെ ശല്യം, പെൻഷൻ വന്നാൽ അത് പിടിച്ചു പറിക്കുക, അങ്ങനെ വളരെ ഉപദ്രവങ്ങൾ കൂടി വന്നപ്പോൾ ഇവിടെ ശരണം പ്രാപിക്കുകയും അദ്ദേഹം വളരെ സ്വന്തം അമ്മയെപ്പോലെ നല്ല റൂമൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പല അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ശ്രീകുമാറിൻ്റെ ഇത്തരം സാഹിത്യവും വാചാലവുമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മളെ വളരെയേറെ ആകർഷിക്കാറുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എഴുത്തു ഭാഷയും അതുപോലെ വാചാലമാണ്. പല അനുഭവങ്ങളും നമ്മൾ കേട്ടു. അതുപോലെ സാറിനെ ഞാൻ ഇന്നാണ് സത്യത്തിൽ നേരിട്ട് പരിചയപ്പെടുന്നത്. കൂടുതൽ നമുക്ക് പരിചയമില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഏതാണ്ട് 1.5 മണിക്കൂർ അദ്ദേഹത്തെ ഞാൻ ശ്രമിച്ചു. ഇവിടെ സമൂഹത്തിലെ ഇന്നത്തെ പല പല വിഷയങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പ്രകൃതിയെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും ഒക്കെ വളരെ എല്ലാ വിഷയങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് ഒട്ടും തന്നെ സമയം പാഴാക്കി കളയാതെ ചോദിച്ചവർക്ക് നല്ല മറുപടിയും കൊടുത്തുകൊണ്ട് നല്ല ഒരു സംവാദം ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ പൂർണ്ണമായും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടിയുണ്ട്. അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹം. അങ്ങനെ പലരുമുണ്ട്, എഴുത്തുകാരുണ്ട്, കവികളുണ്ട്. നമ്മുടെ ഈ എഴുത്ത് ഭാഷയുമായി മലയാള ഭാഷയുമായി ബന്ധപ്പെടുന്ന ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഒന്നുകൂടി ഈ ഒരു കേന്ദ്രത്തിൽ ഇതുപോലെ പല അവസരം കിട്ടുമ്പോഴൊക്കെ വരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം ഇന്ന് ചെയ്ത അവാർഡിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ടും ഇന്ന് 29ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ നവദമ്പതികൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ബിജുരാജ് തിരുവനന്തപുരം മാനിക് പ്ലാറ്റിൻ്റെ ജനറൽ മാനേജറായിരുന്നു. മജീഷ്യൻ മുതുകാടിൻ്റെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ സ്വന്തമായി ഒരു കമ്പനി നടത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ചെസ് ഓർബിറ്ററാണ്. വേദിയിലും സദസ്സിലുള്ള ഏവർക്കും നമസ്കാരം. ശ്രീകുമാറിന്റെ ഓരോ ജീവിതത്തിലെ ചേഞ്ചസും കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. ശ്രീകുമാർ എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിൽ എൻ്റെ നെയ്ബറായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ശ്രീകുമാറിൻ്റെ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും അതേപോലെ ശ്രീകുമാറിൻ്റെ രചനകളിലെ ചേഞ്ചസും അക്ഷരം എഴുതി തുടങ്ങിയ മുതൽ കാണുന്നതാണ്. ഇപ്പം ശ്രീകുമാറിൻ്റെ അക്ഷരങ്ങളുടെ പവർ ഇപ്പം നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട മൈത്രേയൻ എൻ്റെ മുന്നിലുണ്ടെന്നതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ സാറിൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. സാറിൻ്റെ വേറെ ബുക്സൊക്കെ അന്വേഷിക്കായിരുന്നു. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കാണണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല സമയത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. അഭിപ്രായങ്ങളിൽ ചിലപ്പം നമ്മൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മൈത്രേയൻ സാർ തുടങ്ങിയ മൈത്രേയൻ നടത്തുന്ന ഒരു ജീവിതയാത്ര, അത് ഒരു സമരം തന്നെയാണ്. ഒരു ഒറ്റയാൾ പോരാട്ടമാണ് മൈത്രേയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തകളുടെ ക്ലാരിറ്റി കൊണ്ടും അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ മനക്കരുത്ത് കൊണ്ടും ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധേയനാണ്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ്. ചിന്തകൾ എന്ത് തന്നെയാലും അത് അവതരിപ്പിക്കുകയുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ്. മറ്റൊരു സന്തോഷം, എൻ്റെ പ്രിയപ്പെട്ട ബാലേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ബാലേന്ദ്രൻ സാർ ഞങ്ങളുടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. JP സാറിന് ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 8 വർഷം മുമ്പ് പരിചയപ്പെട്ട ആളാണ്. അന്ന് വൈഫിനെയും കണ്ടെന്ന് വൈഫിനെ ഓർമ്മയില്ല, അത് കുഴപ്പമില്ല. ഇനി കാണാൻ ഇടയ്ക്ക് ചോർക. വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു. അതേപോലെ പ്രിയപ്പെട്ട റുവൽ സിംഗ് സാറിന് അപ്പുറത്തിരിക്കുന്ന പുഷ്കൻ സാർ, പ്രിയപ്പെട്ട അജീഷ് എല്ലാം ഉണ്ട്.
വളരെ സന്തോഷം. ഈ ഒരു അവസരത്തിൽ എനിക്കും ഇവിടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഇനിയും ഒരു അവസരത്തിൽ തീർച്ചയായും വരും. സാറ് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം സിനിമ കൊണ്ട് ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള ഒരു തോട്ടിലാണ് സാറ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ സാറും അടുത്ത 2 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുമാറും അതിനകത്ത് ഭാഗമായിരുന്നു. ദി ലൈഫ് ഓഫ് മാംഗ്രോ എന്ന ഒരു സിനിമ ഇപ്പം അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൊരു സിനിമയാണ്. 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമ ഇപ്പോൾ ഓടുന്നുണ്ട്. ട്രിവാണ്ടത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ, ഇപ്പം മാറിയിട്ടുണ്ട്. വീണ്ടും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ട്രിവാണ്ടത്ത് എത്താനുള്ള ചാൻസ് ഉണ്ട് വീണ്ടും. അപ്പോൾ സമയം കിട്ടുന്നവർ കാണാം. ഇത് സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ അവയർനെസ് ചിത്രങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ക്യാൻസർ രോഗിയുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സിനിമകൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും ഒക്കെ ജീവിതത്തിൽ ചേഞ്ചസ് വരുന്ന ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ചേർന്ന ഒരു കൂട്ടായ്മയോടെ ഈ ഒരു ഭൂമിക്കാരൻ്റെ ഈ ഭൂമിയുടെ ആശ്രമവും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. പുരസ്കാരദാന ചടങ്ങ് അവസാനിക്കും. അതിനിടയിൽ ഒരു അറിയിപ്പ്. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിക്ക് O പോസിറ്റീവ് B പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കരൾ പകർത്ത് നൽകാൻ ഇവിടെ ആരെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ആരെ ബന്ധപ്പെടും? നമ്മുടെ ഉമാസാന്ദ്ര അവരെ ബന്ധപ്പെടുക. നിങ്ങളോ നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ. ഇനി പുരസ്കാരം നമ്മൾ കവിയരങ്ങിലേക്ക് കടക്കുകയാണ്. നേരിട്ട് കവിയരങ്ങിലേക്ക് കടക്കുകയാണ്, ഔപചാരികതകളില്ലാതെ. അപ്പോൾ കവിത പറയാനേ 2-3 മണിക്കൂർ